ഒടുവിൽ അമേരിക്കയുടെ മഹായുദ്ധക്കപ്പലായ ജെറാൾഡ് ആർ ഫോർഡിനെ കണ്ടെത്തി. വലിയ രീതിയിലുള്ള ആകാംക്ഷ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര മീഡിയകളും രാഷ്ട്ര ഭരണാധികാരികളും നേതാക്കന്മാരും പത്രമീഡിയക്കാരും ഒക്കെ ഈ കപ്പലിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറാനെതിരെ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, മെഡിറ്ററേനിയൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നങ്കൂരമിട്ടത്. അങ്ങനെ കുറച്ച് മിസൈലുകളൊക്കെ പറന്നും തിരിഞ്ഞുമൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കപ്പൽ തന്നെ അപ്രത്യക്ഷമായി, കാണാതായി. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അന്വേഷണമായി കൃത്യമായ രീതിയിലെ മറുപടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതെയായി. അപ്പോൾ അവരിങ്ങനെ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ്. യുദ്ധത്തിന് വേണ്ടി വന്ന കപ്പലാണല്ലോ, ആ മേഖലയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിഞ്ഞു മാറി. എന്നാൽ മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പാടെ തങ്ങൾ ഉഴുതുമറിച്ചിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ കപ്പലെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഇറാനിലെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈനിക മേധാവി പറഞ്ഞതോടുകൂടി ഇതിന് വലിയ രീതിയിൽ ആകാംക്ഷയായി. അങ്ങനെയാണ് പിന്നീട് അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ഇന്നൊരു സ്ഥലത്ത് ഉണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 4600 സൈനികർ, ഈ സർവീസ് ക്രൂ അടക്കം ഈ കപ്പലുണ്ടായിരുന്നു. 75 യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ സാധിക്കും. F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട ലൈറ്റ്നിങ് സെക്കൻഡ് യുദ്ധവിമാനങ്ങൾ ഇതിൻ്റെ കൂടെ വേറെയുണ്ട്. റഡാറുകളുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ ആക്രമിക്കാനുള്ള സംവിധാനമുള്ള മിസൈൽ സംവിധാനത്തിൻ്റെ ഒരു കോട്ട തന്നെ ഉണ്ട്. ഹെലികോപ്റ്ററും ജാമിംഗ് സംവിധാനവും വേറെയുണ്ട്. അങ്ങനെ അവിടെ ലിസ്റ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏകദേശം 10ഓളം ക്വാളിറ്റിയുള്ള സംവിധാനങ്ങളുള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഒന്നാണ് ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്നത്. അതാണ് ഒരു സുപ്രഭാതത്തിൽ കാണാതാവുന്നത് എന്ന് ചുരുക്കം. കപ്പലിലെ എഞ്ചിൻ്റെ സാങ്കേതിക സംവിധാനത്തിൽ ചെറിയ പരിക്കേറ്റിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു.